ആയുർവേദത്തിലെ നേത്രരോഗങ്ങളുടെ ചികിത്സാ രീതികൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ആയുർവേദത്തിലെ മരുന്നുകൾ എന്ന് പറയുമ്പോൾ, കണ്ണിന് വേണ്ട മരുന്ന് എന്ന് പറയുമ്പോൾ പോപ്പുലർ ആയിട്ടുള്ള 1-2 ഉണ്ട്. ത്രിഫലയാണ് ആദ്യത്തെ. എല്ലാവരും കേൾക്കുന്ന ഒരു മരുന്നാണ് ത്രിഫല എന്ന് പറഞ്ഞാൽ. അത് ഒരു കോമ്പിനേഷനാണ്. കടുക്ക, നെല്ലിക്ക, താന്നിക്ക, ഈ 3 മരുന്നുകളുടെ ഒരു കോമ്പിനേഷനാണ് ത്രിഫല എന്ന് പറയുന്നത്. ഇത് പൗഡർ ഫോമിലാണ് മാർക്കറ്റിൽ കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്കത് ഇപ്പോൾ 1/2 ടീസ്പൂൺ ഒരു ത്രിഫലപ്പൊടി എടുത്തിട്ട് ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് രാത്രി കിടക്കാൻ നേരം ഉള്ളിലേക്ക് കഴിക്കാം. ത്രിഫല കണ്ണിന് മാത്രമല്ല, കണ്ണിന് ബെസ്റ്റാണ്. അതുകൂടാതെ സ്കിന്നിന് അത് നല്ലതാണ്. പിന്നെ ഹെയർ ഗ്രോത്തിനൊക്കെ നല്ലതാണ്. ഗട്ട് ഹെൽത്തിന് നല്ലതാണ്. അതുകൊണ്ട് അപ്പോൾ അത് കഴിച്ചു കഴിഞ്ഞാൽ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പോൾ രാത്രി നമുക്ക് കിടക്കാൻ നേരത്ത് ചൂടുവെള്ളത്തിന് മിക്സ് ചെയ്ത് ഈ പൗഡർ ഫോമിലുള്ള ത്രിഫലപ്പൊടി നമുക്ക് കഴിക്കാം, ഇൻറ്റേർണലി എടുക്കാൻ പറ്റും. അതുകൂടാതെ ഈ പൊടി തന്നെ ഒരു 1/2 ടീസ്പൂൺ പൊടിയിട്ട് 2 ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് അത് ആറിക്കഴിയുമ്പോൾ നല്ലോണം ഒരു തുണിയിൽ, ക്ലോത്തിൽ തന്നെ അരിച്ചെടുക്കുക. ഒട്ടും തരി നമ്മുടെ വെള്ളത്തിലേക്ക് വീഴാതെ നല്ലോണം അരിച്ചെടുത്ത് ആ ത്രിഫലയുടെ കഷായം വെച്ച് നമുക്ക് കണ്ണ് കഴുകാനെടുക്കാം. അതും കണ്ണിന് വളരെ നല്ലതാണ്. പിന്നെ ഇത് പൗഡർ ഫോം അല്ലാതെ നെയ്യിൻ്റെ ഫോമിലും ഒക്കെ കിട്ടും. ത്രൈബല ഘൃതം എന്നൊക്കെ പറയും. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സ്നേഹപാനം, തർപ്പണം എന്നൊക്കെ പറഞ്ഞ പ്രൊസീജിയേഴ്സിന് ഈ നെയ്യൊക്കെ നമ്മൾ സജസ്റ്റ് ചെയ്യാറുണ്ട്, പേഷ്യൻസിന് കൊടുക്കാറുണ്ട്. പിന്നെ മറ്റൊരെണ്ണം ഇളനീർ കുഴമ്പ്. അത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ പോപ്പുലർ ആയിട്ടുള്ള ഒരെണ്ണമാണ് ഇളനീർ കുഴമ്പ്. പണ്ട് നമ്മുടെ മുത്തശ്ശന്മാരൊക്കെ സ്ഥിരം ഉപയോഗിച്ചിരുന്ന ഒന്നാണ്. അതിന് ശരിക്കും പറഞ്ഞാൽ അത് ഒരു അസുഖത്തിന് ട്രീറ്റ് ചെയ്യാന്നുള്ളതിനേക്കാൾ കൂടുതലതൊരു നമുക്കൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ട് വെൽബീയിങ് ആയിട്ട് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് പ്രിവെൻറ്റീവ് കെയറിന് യൂസ് ചെയ്യുന്ന ഒന്നാണ്. അത് ഉപയോഗിച്ച് സ്ഥിരം നമുക്ക് കണ്ണിൽ എഴുതി കഴിഞ്ഞാൽ നീറ്റലാണ്, അത്യാവശ്യം നീറ്റലുണ്ട്. അപ്പോൾ കൊച്ചു കുട്ടികൾക്കൊന്നും അല്ല, അഡൾട്ട് മുതിർന്ന ആൾക്കാർക്ക് അത് ഉപയോഗിക്കാം. അത് കുറച്ചെടുത്തിട്ട് കണ്ണിൽ, ഒന്നെങ്കിൽ കണ്ണിൽ നമുക്ക് എഴുതാം, കണ്ണ് എഴുതുന്ന പോലെ നമുക്കത് കയ്യിലെടുത്ത് എഴുതാം. അല്ലെങ്കിൽ ഓരോ തുള്ളി വീതം ഉറ്റിച്ചു കൊടുക്കാം കണ്ണിൽ. ദിവസം രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരം വെയിലാറിയതിനു ശേഷം. രാത്രി കാലങ്ങളിൽ പാടില്ല. നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഏജ് റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടല്ലോ, കാറ്ററാക്റ്റ് ഒക്കെ പോലുള്ള ഏജ് റിലേറ്റഡ് കണ്ണിൻ്റെ ഇഷ്യൂസ് ഒക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് കാറ്ററാക്റ്റിൻ്റെ പ്രോഗ്രഷനൊക്കെ ഡിലേ ചെയ്യാനൊക്കെ ഈ ഇളനീർ കുഴമ്പ് ഹെൽപ്പ് ചെയ്യും. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഇളനീർ കുഴമ്പ് ഇത്ര പോപ്പുലർ ആയതുകൊണ്ട് കണ്ണിന് എന്ത് വന്നാലും പെട്ടെന്ന് പോയി ഫാർമസിയിൽ നിന്ന് മേടിച്ചൊഴിക്കുന്ന ഒരു പ്രവണതയുണ്ട്. അത് ശരിയല്ല. ഇപ്പോൾ കണ്ണിന് എന്തെങ്കിലും കരട് പോയിട്ടൊരു മുറിവ് വന്നാലോ അല്ലെങ്കിൽ ഇപ്പോൾ ചെങ്കണ്ണ് പോലുള്ള ഇൻഫെക്ഷൻസ് എന്തെങ്കിലും വന്നാലൊന്നും നമ്മളിത് യൂസ് ചെയ്യരുത്. അല്ലാതെ ഹെൽത്തി ആയിരിക്കുന്ന സമയത്ത് നമുക്ക് വേറെ അസുഖങ്ങൾ വരാതിരിക്കാൻ പ്രിവെൻറ്റ് ചെയ്യാനുള്ള രീതിയിൽ ഇളനീർ കുഴമ്പ് ഉപയോഗിക്കാം. ത്രിഫലപ്പൊടി മാർക്കറ്റിൽ പല കമ്പനികളുടെയും അവൈലബിൾ ആണ്. നമുക്ക് കുറച്ചും കൂടി വിശ്വാസ്യത തോന്നുന്ന രീതിയിൽ നല്ല പ്രൊഡക്റ്റ് തന്നെ പറ്റുകയാണെങ്കിൽ നമുക്ക് തന്നെ മാർക്കറ്റിൽ നിന്ന് ത്രിഫലയായിട്ട് മേടിക്കാൻ കിട്ടും. അത് നമുക്ക് വീട്ടിൽ തന്നെ ഉണക്കി നമുക്ക് തന്നെ പൊടിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ട്രസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. നല്ല പ്രൊഡക്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ ആണ് നമുക്ക് കണ്ണിനൊക്കെയാണല്ലോ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത്രയും വിശ്വസനീയമായിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെ യൂസ് ചെയ്യുക. കാറ്ററാക്ട് സർജറി വളരെ കോമൺ ആയിട്ട് ഇപ്പം സമൂഹത്തിൽ കാണുന്നുണ്ട്. ഇതിന് ആയുർവേദത്തിൽ ട്രീറ്റ്മെൻറ്റ് ഉണ്ടോ? കാറ്ററാക്ട് എന്ന് പറയുന്നത് കണ്ണിൻ്റെ ഉള്ളിലെ ലെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സുതാര്യമായിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ. അതിന് ഒരു ഒപ്പാസിറ്റി, അത് വെളുത്ത കളറിൽ ഒപ്പാക്കായിട്ട് മാറുന്നതാണ് ഈ കാറ്ററാക്ട് എന്ന് പറയുന്നത്. അപ്പോൾ സർജറി ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒപ്പാക്കായിട്ടുള്ള ലെൻസ് അവരെടുത്ത് മാറ്റിയിട്ട് ഐ ഓയിൽ, ഒരു പുറത്തുനിന്നുള്ളൊരു ഐ ഓയിൽ ഇൻസേർട്ട് ചെയ്യും. അതാണ് കാറ്ററാക്ട് സർജറിയിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആയുർവേദത്തിൽ അതിൻ്റെ സ്കോപ്പ് എന്താണെന്ന് പറഞ്ഞാൽ, ഈ ഒപ്പാസിറ്റി പതുക്കെ വരിക, അല്ലാതെ ഒറ്റയടിക്ക് അങ്ങോട്ട് വരുന്ന സാധനമല്ല ഈ തിമിരം എന്ന് പറയുന്നത്. അത് വളരെ ഗ്രാജുവലായിട്ട് ഏജ് കൂടുന്ന അനുസരിച്ച്, ഏജ് തന്നെയാണ് അവിടെയുള്ള റിസ്ക്, ഏജ് കൂടുന്ന അനുസരിച്ച് പതുക്കെ വരുന്നതാണ് ഈ കാറ്ററാക്ട്. 50 years ആണ് നമ്മൾ പറയുന്നത്. 50 വയസ്സ് മുതൽ മുകളിലേക്ക് ആൾക്കാരിൽ പതുക്കെ ഗ്രാജുവലി കൂടി വരുന്ന ഒന്നാണ് ഈ തിമിരം എന്ന് പറയുന്നത്. പെട്ടെന്നുണ്ടാകുന്ന ഒരു കാഴ്ചക്കുറവല്ല. അതുകൊണ്ട് തന്നെ നമ്മളതിനെ അഡ്രസ്സ് ചെയ്യാൻ മടി കാണിക്കും. പെട്ടെന്നൊന്നും നമുക്ക് അറിയില്ല, ചെറിയ വ്യത്യാസം നമ്മൾ ശ്രദ്ധിക്കില്ല. പിന്നെ വണ്ടി ഓടിക്കുമ്പോഴാണ് പിന്നെയും കുറച്ചും കൂടി, വണ്ടി ഓടിക്കുന്ന ആൾക്കാർക്ക് രാത്രിയൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഗ്ലെയർ അടിക്കും. അതാണ് പിന്നെയും ആൾക്കാർ കുറച്ചും കൂടി അതിനെ അഡ്രസ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണം അത് മാത്രമാണ്. അല്ലെങ്കിൽ കാഴ്ചക്കുറവ് അത്ര പെട്ടെന്നൊന്നും ആർക്കും അങ്ങനെ ശല്യമാവുന്ന രീതിയിലല്ല, പതുക്കെയല്ലേ പോവുക. പിന്നെ അത് പെട്ടെന്ന് പ്രോഗ്രസ് ചെയ്യാനുള്ള 1-2 കാരണം എന്ന് പറഞ്ഞാൽ, ഷുഗർ ഉണ്ടെങ്കിൽ, ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്ക് വേഗം അതിൻ്റെ പ്രോഗ്രഷൻ വരും. അല്ലെങ്കിൽ സ്മോക്കിംഗ് ഉള്ള ആൾക്കാർക്ക് പെട്ടെന്ന്
അങ്ങനെയുള്ളവർക്കൊക്കെയാണ് വേഗം കൂടുന്നത്, അല്ലെങ്കിൽ വളരെ സ്ലോ ആയിട്ടാണ് ഇത് പ്രോഗ്രസ് ചെയ്യുന്നത്. അപ്പോൾ ആയുർവേദത്തിൽ അതിൻ്റെ സ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ പ്രോഗ്രഷൻ പതുക്കെ ആക്കാൻ പറ്റും, ഡിലേ ചെയ്യാം. പിന്നെ ഒരു ചിലർക്കൊക്കെ 60-65 വയസ്സൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം മുതലേ ഒരു 50 വയസ്സ് കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ വരാതിരിക്കാനുള്ള പ്രിവെൻറ്റീവ് കെയർ ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇളനീർക്കുഴമ്പൊക്കെ, അതൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ കാറ്ററാക്റ്റ് വരാതിരിക്കാനും, ഇനി ചെറിയ രീതിയിലൊക്കെ കാറ്ററാക്റ്റ് ഉള്ളവർക്ക് അതിൻ്റെ പ്രോഗ്രഷൻ ഡിലേ ചെയ്ത് കൊണ്ടുപോവാം. നമുക്ക് ആദ്യമേ സർജറി ഒന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അത് നല്ലോണം മൂടിക്കഴിയുമ്പോഴാണ് നമ്മൾ സർജറിയിലേക്കൊക്കെ പോകുന്നത്. അപ്പം നമുക്ക് ആയുർവേദിക് കെയർ കൊണ്ട്, നമുക്ക് കാറ്ററാക്റ്റ് കെയർ കൊണ്ട് അതിനെ പ്രോഗ്രഷൻ ഡിലേ ചെയ്ത് ഉള്ള കാഴ്ച നിലനിർത്തിക്കൊണ്ട് പോവാം. നമുക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഇപ്പോഴത്തെ നിലവിലെ കാഴ്ച വെച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് കെയർ മാത്രം മതി. അതുകൊണ്ട് തന്നെ നമുക്ക് കൊണ്ട് നടക്കാൻ പറ്റും. അല്ലാത്ത പക്ഷം സർജറി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഈ കാറ്ററാക്റ്റിൽ. ഇവിടെയാണ് ആയുർവേദത്തിൻ്റെ സ്കോപ്പ് ഉള്ളത്. അല്ലാതെ നമുക്ക് ഉള്ളതിനെ മൊത്തത്തിൽ റിവേഴ്സ് ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷേ പ്രോഗ്രഷൻ ഡിലേ ചെയ്യാനും വരാതിരിക്കാനും നമുക്ക് ആയുർവേദം കൊണ്ട് ട്രീറ്റ് ചെയ്യാം. ഈ അസുഖം വരാനുള്ള കാരണം എന്തൊക്കെയാണ് ശരിക്കും? കാറ്ററാക്റ്റ് ഒന്ന് ഹെറിഡിറ്ററി, പാരൻസിനുണ്ടെങ്കിൽ അത് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അടുത്തത് ഏജ്, 50 ഇയേഴ്സ് കഴിഞ്ഞാൽ ഏജ് ഉള്ളവർക്ക് വരാവുന്ന ഒന്ന് തന്നെയാണ് കാറ്ററാക്റ്റ്. പിന്നെ ഈ പറഞ്ഞ പോലെ സ്മോക്കിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് വരാം. സ്ട്രെസ്സ് കൂടുതലുള്ളവർക്ക് വേഗം ആവാം. ഡയബറ്റിക് ആയിട്ടുള്ളവർക്ക് വേഗം ചില മരുന്നുകൾ, അതൊക്കെ ഇതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സാണ്. ഏജ് തന്നെയാണ് മെയിൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഹെറിഡിറ്ററി. ഇത് രണ്ടുമാണ് കാരണം.